എന്താടോ പുറത്തിരിക്കാവെന്ന് പറഞ്ഞത്? ഇത്തിരി നല്ല വായു ശ്വസിക്കാമല്ലോ. ആ മോളെ, മോളോട് നിന്ന് ഒരു കാര്യം പറയാനുണ്ട്. അവിടെ മുറിയുടെ ജനലും വാതിലൊക്കെ മുറുക്കി അടച്ചേക്കണം. ആ കൊച്ചിന്റെ കീറ്റിൽ പുറത്തേക്കരുത്. പിന്നെ അവളിങ്ങോട്ട് വരാതെ നോക്കണം. അഥവാ ആരെങ്കിലും വിളിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞേര്. ചില ആവശ്യമില്ലാത്ത ഫോൺ കോൾ വരും. ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞ. ആ ഇതാ അച്ഛൻ വന്നല്ലോ. ഇനിയെങ്കിലും ഇറങ്ങച്ചോ. ചോപ്പല്ല. എന്താണോ ഇത്? ചാകണോ അച്ചോ? ചാകണോ? ആർക്ക്? അല്ല, ഷൂസിന്റെ അടി ചാണകം വെച്ചോ. ഇതൊക്കെ പറഞ്ഞിട്ട് വേണ്ടോ പൊക്കാൻ? ഇനി പറഞ്ഞിട്ട് പോക്കാം അച്ചോ. സോറി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉണ്ണുണ്ണി എത്തിയപ്പോ താമസിച്ചു. എന്റെ കുഴപ്പമല്ല സാർ. 8 മണിക്ക് പെട്ടിയായിട്ട്. ഉണ്ണുണ്ണിയല്ലവൻ, മണ്ണുണ്ണിയാ. തലക്കകത്ത് മുഴുവൻ മണ്ണ. ഇവന്റെ ഭാര്യ ഡെയ്സി മിടിക്കുക. ഇത് കഴുത. തനിക്ക് ഇവനെ തന്നിട്ട് അവളെ ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട, എനിക്ക് അവള് തന്നെ മതി. മിടുമിടുക്കുക. ഇനി യവന്മാരെങ്ങാനും ആണോ ചുവന്ന സോക്സ് ഇട്ട് എന്റെ വീട്ടിൽ കയറി? അപ്പൊ മനസ്സമ്മതം അടുത്ത ഞായറാഴ്ച. ബോബിയോട് കൂടെ പറഞ്ഞേക്കാം. ബോബി, അവന് ബോബി, വെറുതെ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളങ്ങ് തീരുമാനിച്ചാ മതി. ചായ. സോറി. പണ്ടത്തെ പോലൊന്നും അല്ലടോ. വിവാഹം സ്വർഗത്തിലൊന്നും അല്ല. ഭൂമിയിൽ തന്നെ ഇഷ്ടപ്പെട്ടവര് പരസ്പരം തീരുമാനിച്ചങ്ങ് നടത്തുക. ചാക്കോച്ചൻ പറഞ്ഞതാ ശരി. ഇഷ്ടമില്ലാത്തവരെ പരസ്പരം കൂട്ടിയിണക്കുന്നത് ശരിയല്ല. അവസാനം വെറുതെ ദുഃഖിക്കേണ്ടി വരും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താണോ കാലെ പിടിക്കുന്നത്? അല്ല, കരണ്ടി കിട്ടി. മണ്ണുണ്ണി എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ മനസ്സമ്മതം ഞായറാഴ്ച ഞങ്ങളങ്ങ് നിശ്ചയിക്കാം. അതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ല, സമ്മതം ഇല്ലെങ്കിൽ പള്ളി വരെ പോകണ്ടല്ലോ. ആ ചെലവ് ലാഭിക്കാലോ എന്നാ ചാക്കോച്ചന്. ഒന്നും പറയാൻ പറ്റാത്ത കാലമാ. വിവാഹം കഴിയുമ്പോഴാ ചിലരൊക്കെ അറിയുന്നു ചെറുക്കിന് വേറെ ഭാര്യയും പിള്ളേരും ഉണ്ട്. ബോബി കേട്ടിട്ടില്ലേ? എനിക്ക് 2 കേസ് അറിയാം. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? കർത്താവ് ക്ഷമിക്കില്ല അവരോടൊന്നും. വല്ലവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുന്നതിനോട് കർത്താവ് ക്ഷമിക്കോ അച്ചോ? ഒരിക്കലുമില്ല. എനിക്കറിഞ്ഞാ മതി. ഞാൻ എന്നാ പോട്ടെ. ഓഫീസിലേക്കല്ലേ? ശരി, പോയിക്കോ. ചുവന്ന സോക്സ്. ഹലോ ബേബിച്ചാനാ? ആ ഞാനാ ബോബി. ബേബിച്ചാനെങ്കിലും എന്നെ വിശ്വസിക്കണം. പഴയ മറ്റേ കോളേജിലെ നീന തന്നെയാണോ? അതെ ബേബിച്ചാ. നീ അവളെ കെട്ടാൻ തയ്യാറാണെന്നും ഡാഡിയോട് പറയണമെന്നൊക്കെ നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ? അവളുടെ ഫോട്ടോ നീ എനിക്ക് അയച്ച ഇപ്പോഴും എന്തെങ്കിലുണ്ട്? അല്ല, പിന്നെ അവളെ വിട്ടുപോയത് ഞാൻ പറഞ്ഞില്ലേ? ഓ ഓ ഓ ആ കഥ അത്ര വിശ്വസനീയമല്ലായിരുന്നു. എന്റെ ബേബിച്ചാ ഒന്ന് ആലോചിക്കണം. ഞാൻ സുശീലയുടെ കാര്യവും സുധയുടെ കാര്യവും കോളേജിലെ പ്രിൻസിപ്പലിന്റെ അനിയന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നീനയായിട്ട് എപ്പോഴെങ്കിലും ഒരു അവധം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ബേബിച്ചാനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. ഇതൊന്ന് തെളിയിക്കാൻ എന്താ വഴി? ഒരു വഴിയുണ്ട്. ഏയ്, ഗർഭം ഉണ്ടാകാൻ വഴിയില്ല. എന്റെ ദൈവമേ, ഡെയ്സിക്ക് ഗർഭം. വെറുതെ കളിക്ക് തുടങ്ങിയ ബന്ധമാണ് ചേട്ടാ. നിനക്ക് കളിച്ച് ഗർഭമുണ്ടാക്കാനാണോടാ എന്റെ ഭാര്യ? അവളുടെ കാര്യം നോക്കണ്ട. നമുക്ക് നമ്മുടെ മാനം രക്ഷിച്ചാ മതി. അപ്പൊ എനിക്ക് മാനമില്ലടാ ദുഷ്ട. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ലടാ തിണ്ടി. നീ ഊരുന്നൊന്ന് കാണട്ടാ. ഇങ്ങനെ ടെസ്റ്റ് നടത്തി അറിയാല്ലേ? ഏയ്, ഒരാൾക്കും അറിയില്ല. ഡെയ്സിക്ക് മാത്രമേ അറിയൂ. അവൾ എന്റെ അടുത്തുണ്ട്. ഇല്ലില്ല, അവൾ ആരോടും പറയില്ല. നമുക്ക് വിശ്വസിക്കാം. ഇങ്ങനൊരു അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് വിചാരിച്ചില്ല. ശരി, ഞാൻ വെക്കട്ടെ. ഇത്രയും വെച്ചത് പോരേടാ, ഇനിയും വെക്കണോ? എത്ര? 110. എന്ത് പറഞ്ഞു? ഒരു ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഹോസ്പിറ്റലിൽ വെച്ചാൽ എല്ലാരും അറിയും. ഒരു നേഴ്സിനെയും കൂട്ടി വീട്ടിലേക്ക് പോകാം.
ഗർഭമായതും പോരെ, അത് ആരും അറിയാതെ കലക്കാനുള്ള പരിപാടിയാണ്. കർത്താവേ, ഞാൻ എന്തെങ്കിലും കടുക്ക ചെയ്യും. ഈ ടെസ്റ്റിലൊന്നും എനിക്ക് വിശ്വാസമില്ല. നിന്നെ വിശ്വസിപ്പിക്കാനൊന്നുമല്ല, ഇതിന്റെ റിസൾട്ട് വന്നിട്ട് നിന്നെ ഇവിടുന്ന് ചവിട്ടി ഇറക്കിയിട്ട് വേണം എനിക്ക് വേറൊരു പെണ്ണെ കെട്ടി നിന്റെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞ് നടക്കാൻ. കെട്ടി നോക്ക്, പള്ളി വന്ന് ഞാൻ ബഹളം ഉണ്ടാക്കും. എനിക്കറിയാം. അപ്പൊ ഞാൻ ഈ തെളിവ് അവരുടെ മുമ്പിലിട്ട് കൊടുക്കും. നിന്റെ ലവ് ലെറ്ററിനെക്കാളും വില അതിനുണ്ട്. അതിനടുത്ത് മിണ്ടായിരിക്കാൻ പറ. എപ്പോ നോക്കിയാലും പറഞ്ഞ് കഴിഞ്ഞോളൂ. വെറുതെ എവിടെ കിടന്ന് വഴക്കടിക്കണ്ട. താനിവിടെ പോകും. റിച്ചാർഡ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ദാനിയൽ തന്നെ ഏൽപ്പിക്കണം. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചുകൊണ്ട് വേണം വരാൻ. അത് പിന്നെ പ്രത്യേകം പറയണോ? പട്ടണി പൊട്ടയില്ലാന്നല്ലേ ചൊല്ലേ. പട്ടരൊക്കെ ശരിയാ, പക്ഷെ പട്ടി എന്തൊക്കെ പോയാലാകരുത്. എന്താ റിസൾട്ട് കിട്ടിയോ? കിട്ടി. ഇതെന്താണോന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ABCD അക്ഷരമാല പോലുണ്ട്. ഒക്കെ ഞാൻ ഡോക്ടർ ഡാനിയലിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് സംഗതി ഒരു പ്രശ്നവുമില്ല, ഒന്നും പേടിക്കാനും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ദൈവം എന്റെ കൂടെ. ആദ്യ ഗ്രൂപ്പ് നോക്കാം. തന്ത എയും തള്ള ഓയും ആണെങ്കിൽ കുഞ്ഞ് എയോ ഓയോ ആയി. പക്ഷെ കുഞ്ഞ് എയും അല്ല ഓയും അല്ല. ഒന്നും പേടിക്കാൻ. ഇങ്ങോട്ട് മാറി എന്ന് കേക്ക്. എന്നിട്ട് പിന്നെ നെഗറ്റീവും പോസിറ്റീവും നോക്കി. അതായത് തന്ത നെഗറ്റീവും തള്ള നെഗറ്റീവും ആണെങ്കിൽ കുഞ്ഞ് നെഗറ്റീവ് ആയിരിക്കണം. പക്ഷെ നമ്മുടെ കുഞ്ഞ് നെഗറ്റീവ് അല്ല. അപ്പൊ പിന്നെ ആ കാര്യത്തിൽ ഒട്ടും പേടിക്കും. ഇപ്പോഴെങ്കിലും ഡാഡിക്ക് എന്നെ വിശ്വാസമല്ലോ. താൻ വെറുതെ കിടന്ന് പോകാതെ ഡോക്ടർ എന്ത് പറഞ്ഞു പറയണോ? ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കാനില്ലാന്ന്. തള്ള A പോസിറ്റീവും തന്ത B പോസിറ്റീവ് ആണെങ്കിൽ കുഞ്ഞ് AB പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ അത് അങ്ങനെയാണോ എന്ന് പരിശോധിച്ചപ്പോ അങ്ങനെയാണ്. വ്യക്തമായിട്ട് പറയണോ? വ്യക്തമായിട്ട് പറയുകയാണെങ്കിലേ കുഞ്ഞിന്റെ തന്ത ദേ ഈ നിൽക്കുന്ന പാർട്ടി തന്നെ. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇയാളെ പറഞ്ഞു വിട്ടപ്പോഴേ ഞാൻ പപ്പ എന്ന് പറഞ്ഞു വരുന്നത്. കുഞ്ഞിന്റേതായത് എന്റെ കുറ്റം കൊണ്ടൊന്നുമല്ല. പേടിക്കാവുന്നില്ല പള്ളി പാടിയോ. ഞാൻ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് ഡോക്ടറോട് എടുത്തെടുത്ത് ചോദിച്ചത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ അതിവിടെ വന്ന് പറഞ്ഞത്. താൻ വ്യക്തമായിട്ട് ചോദിച്ചു. വ്യക്തമായിട്ട് തന്നെ ചോദിച്ചു. അതല്ല ആ കടലാസ് എഴുതുന്നുണ്ട്. അപ്പൂപ്പന്റെ പേരുണ്ട്, അച്ഛന്റെ പേരുണ്ട്, കൊച്ചിന്റെ പേരുണ്ട്. ക്ഷണിക്കേണ്ട ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. അതാണോ കടലാസ്? അല്ല, ഇത് റേഷൻ കാർഡിനുള്ള അപേക്ഷയാ. ഇതേതാ പോയ പെൺകുട്ടി? അത് നീന, കുട്ടികളെ പഠിപ്പിക്കാൻ വന്നതാ. പിന്നെ ഞാൻ വന്നത് കാഞ്ഞിരപ്പള്ളിക്കാര് നാളെ കാലത്തെ ഇങ്ങോട്ട് വരാം. ഏത് കാഞ്ഞിരപ്പള്ളിക്കാര്? ജയയുടെ ചെറുക്കന്റെ വീട്ടുകാര്. ഓ, കാഞ്ഞിരപ്പള്ളിക്കാര്. ജയയുടെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല എന്നും പറഞ്ഞ അവരെന്നെ വിളിച്ചു. ഫോൺ കിട്ടുമല്ലോ. അത് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ പോട്ടെ, ഓഫീസിൽ ഒരുപാട് പണിയുണ്ട്. എക്സ്ക്യൂസ് മീ, ഞാൻ ചാക്കോ. നാളെ എന്റെ മകളുടെ മനസ്സമ്മത. നീനയും പള്ളി വരണം. ഈ വീട്ടിലെ ഒരു അംഗം എന്ന നിലയിൽ ഞാൻ ക്ഷണിച്ചില്ല എന്ന് വേണ്ട. ഓക്കെ. ഇവിടെ വരേണ്ടവരോടൊക്കെ പള്ളി വരാൻ പറയാം അല്ലേ ഡാഡി? ഇങ്ങോട്ട് വരാതിരിക്കാൻ കാരണം പറയണ്ടേ? മിറ്റം മുഴുവൻ ചെളിയെന്ന് പറഞ്ഞു. തലയ്ക്കകത്താ ചെളി. ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിരിക്കുന്നു. തായിരുന്നല്ലോ, വേറെ അതല്ല. അങ്ങാടി തോട്ടെ അമ്മയോടൊന്ന് പറഞ്ഞ പോലെ. അയ്യയുടെ മക്കട്ട് കയറണ്ട. സത്യം എത്ര കാലം മറച്ചു വെക്കാൻ പറ്റും? എല്ലാരും കൂടെ ഇങ്ങനെ പറഞ്ഞ ഞാൻ ആത്മഹത്യ ചെയ്യും. ഈ പരിസ്ഥിതി അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർക്ക് രക്ഷപ്പെടും. പക്ഷെ സത്യം തെളിയിച്ചിട്ട് ഞാനത് ചെയ്യും. സത്യം തെളിഞ്ഞാ പിന്നെ ആത്മഹത്യ ചെയ്യണെന്തിനാ? മിണ്ടായിടക്കണവാ. ആവശ്യമില്ലാത്ത അഭിപ്രായം പറയരുത്. കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള നിലയിലായി. നാളെ നമ്മൾ ഒരുമിച്ച് ഇറങ്ങണ്ട, ഓരോരുത്തരായിട്ട് പള്ളിയിലോട്ട് പോയാൽ മതി. നിന്റെ കോട്ടും കളസൊക്കെ ഇന്ന് രാത്രി തന്നെ കെട്ടിപ്പൊതിഞ്ഞ് കാറ വെച്ചേക്കണം. അവള് കാണണ്ട. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയ കല്യാണത്തിന് മുമ്പ് വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കായിരുന്നു. എന്ത് വഴിയാ ഡാഡി? ദിവസം തോറും തെളിവ് കൂടി. ആവശ്യമില്ലാത്ത എന്നോട് ചാടണ്ട, ഞാൻ കാര്യ പറഞ്ഞത്. ബേബി വരുന്നവരെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കൊണ്ടുപോകണം. ബാക്കി കർത്താവിന്റെ കയ്യിലാ. അവിടെ വേറൊരു കല്യാണം നടക്കുന്നുണ്ട്. നമ്മുടെ പാലായിലെ റോയ്ച്ചന്റെ മകന്റെ. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി നടക്കും. ഞാൻ റോയ്ച്ചനൊന്ന് കണ്ടേച്ചു വരാം. അല്ല, ബോബി എവിടെ? അവനിപ്പോ വരും. എല്ലാരും പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. വേഗം ചെല്ലേ. ആ പെണ്ണറിയണ്ട കേട്ടോ. ഈ കുപ്പായിട്ടുണ്ടാണോ മനസ്സമ്മതത്തിനോട്? കോട്ട് സൂട്ടും ഒക്കെ ഇട്ടോണ്ട് ഇറങ്ങിയാൽ അപ്പൊ അവർക്ക് കാര്യം പിടിയിട്ടും. അതൊക്കെ കൊണ്ട് ഞാൻ ദേശീയയുടെ വഴി നിൽക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് മാറിയിട്ട് പോക്കോളാം. വേഗം ചെല്ലേ.
ബോബി എങ്ങോട്ടാ പോന്നെ? ഇവിടെ അടുത്തൊരു റെയിൽവേ പാലമുണ്ട്, അവിടെ വരെ വരുന്നോ? എന്തിനാ? ഒന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് 2-3 ദിവസമായി. ഇവിടെ അതിന് സമയം കിട്ടിയത്, കാണാൻ വരുന്നോ? ആ കൊച്ചിനെ എടുത്തോ, നല്ല രസം ഉണ്ടാവും. ഓ അതിനാണെങ്കിൽ തന്നെത്താൻ പോയാ മതി. ഞാൻ വിചാരിച്ചു പള്ളിയിലേക്കാണെന്ന്. ആര് പറഞ്ഞാ പള്ളി പോണെന്ന്? അല്ല, ഇന്ന് മനസ്സമ്മതല്ലേ? ആരുടെ? ബോബിയുടെ ഡാഡിയുടെ കൂട്ടുകാരൻ ചാക്കോച്ചൻ ഇന്നലെ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാലോ. ഒരുപാട് നാളായി പള്ളി പോയിട്ട്. ഇനി പള്ളിയിലേക്ക് എഴുന്നള്ളാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. പ്രാർത്ഥിക്കാൻ കണ്ട നേരം. ഞാൻ പ്രാർത്ഥിച്ച ബോബിക്ക് ഇത് നീ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന എന്റെ ശവടൊക്കെ ഒന്നിച്ചായിരിക്കും. വീട്ടിൽ നാട്ടിച്ച പോലെ ഇനി നാട്ടുകാരെ മുമ്പിൽ കൂടെ നാട്ടിക്കണോ? മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോ, ഇല്ലേ കൊച്ചിനെ തള്ളം കൊടുത്ത് കുരിച്ചു തറയ്ക്കും. ബോബി എങ്ങോട്ടാ? എനിക്ക് ഓഫീസിൽ ഇത്തിരി പണിയുണ്ട്. ഞാനേ ചേട്ടോ, എനിക്ക് തോന്നുമ്പോ ഞാൻ ഓഫീസിൽ പോകും. നീ ആരടി ചോദിക്കാൻ? കെട്ടിയനോട് എവിടെ പോകുന്നു ചോദിക്കാൻ ഭാര്യയ്ക്ക് അധികാരമില്ലേ? അതൊക്കെ സോറി, പള്ളി പോയി പറഞ്ഞാൽ മതി. അതാ ചോദിച്ചത്, പള്ളിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വരാന്ന്. ബോബി ഓരോരുത്തർ ഓരോ സ്ഥലത്തേക്ക് പോയി. ഇവിടത്തെ ഈ കഴിവറവന്മാരെ മേയ്ക്കാൻ തന്നെ എനിക്ക് 10 തലയും 20 കയ്യും വേണം. അതിനിടയ്ക്ക് കൊച്ചി കിടന്ന് കയറ്റിയാല് അവൾ ഉറങ്ങി, ഇപ്പോഴെങ്ങും ഉണരൂല. കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും പറയാനൊക്കെ ഇല്ല. എല്ലാരും കൂടെ ഊരിയേറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. സോണി, യു ഡോണ്ട് pull. Everybody has pulled me. Please, sorry. What? പള്ളിയിലെത്താൻ സമയമായി. ഞാൻ ഇതിനകത്ത് തന്നെ മാറിക്കൊള്ളാം. ഡേസി കണ്ണടച്ചോ. എസ്റ്റേറ്റ് കാണിക്കാനുള്ളത് ടാറ്റ എസ്റ്റേറ്റ് കാണിക്കും. നാണം കെട്ടും. മനസമ്മതത്തിന്റെ അന്ന് പോലും അവൾ വെറുതെ വിടൂല. ഇന്ന് ഞാൻ കയ്യോടെ പിടിക്കും. സമയായി, ബോബിയെ കാണുന്നില്ല. വരും. ആരിത്? നീനയോ? ഹലോ, കുറച്ച് നേരത്തെ വരണ്ടേ? ഞാൻ വിചാരിച്ചു വരില്ല. ഹലോ, ഡാഡി ഇവിടേക്കാണ് വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുമിച്ച് വരായിരുന്നു. ഡാഡി വരാതെ മനസ്സമ്മതം നടക്കൂ? എല്ലാവരും തന്നെ ഡാഡി എന്നാ വിളിക്കുന്നത് അല്ലടോ? അപ്പച്ച, അച്ഛൻ വിളിക്കുന്നു, സമയായെന്ന്. ഇതാണ് പുതുമണവാട്ടി, ഇന്നത്തെ VIP. ഇത് നീന. ഹായ്, ഞാൻ ടീന. ഹായ്. ബോബി എവിടെ? കമ്പനിയിൽ എന്തോ അത്യാവശ്യ പണിയുണ്ട്. ഇന്നാണോ കമ്പനിയിലെ പണി നോക്കാൻ കണ്ട ദിവസം? മനസ്സമ്മതം. അവൻ വന്നോളും. തന്റെ അച്ഛൻ വിളിക്കുന്നതില്ല, അങ്ങോട്ട് ചെല്ല്. ഹായ് നീന. ഹായ് എലീന. എന്റെ കാലിന്റെ അടിയിൽ കാലിന്റെ അടിയിൽ ഭൂമി ഉണ്ടോ നോക്കി. ഉണ്ട്, ഒരു കുഴപ്പമില്ല. ബോബി, ഹായ്. ഒന്ന് വേഗം വാടോ. ബോബി, ഓഫീസിൽ ധാരാളം പണിയുണ്ടെന്ന് പറഞ്ഞിട്ട്. ഓഫീസിൽ ഒന്നും പണിയൊന്നുമില്ല. അപ്പൊ പിന്നെ കല്യാണത്തിന് വരാന്ന് വിചാരിച്ചു. ഓ, കല്യാണത്തിന് വന്നതല്ലേ? മനസ്സമ്മതത്തിന് അത് വന്നല്ലേ പറ്റുള്ളൂ. ഇറങ്ങിയപ്പോ ഇതായിരുന്നല്ലോ വേഷം. ഇത് ഓഫീസിൽ ചെന്നപ്പോ മൂത്രം വെള്ളം വീണു. അപ്പൊ പുതിയതൊന്ന് വാങ്ങിച്ചു. കൊള്ളാല്ലേ? അത്രയ്ക്കൊന്നുമില്ല. അതെ. By the way, this is Selena. Hello. Meet my husband Bobby. ഹലോ, നമസ്കാരം. ഇത് ബോബിയുടെ സെക്രട്ടറി. ഒന്ന് വേഗം വാടോ. ഹായ്. അച്ഛൻ ബഹളം ഉണ്ടാക്കുന്നു. ആദ്യം വരേണ്ട ആളാ. അച്ഛൻ വിളിക്കുന്നു, പാവം. അയ്യോ. അങ്ങേര് പറയുന്നത് കേട്ടതൊന്നും ബോബിയുടെ മനസ്സമ്മതമാണെന്ന്. വെരി ക്ലോസ് ഫാമിലി ഫ്രണ്ട്. ആ, അത് ശരി. ആ, എന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെട്ടില്ലല്ലോ. ഇതേ അച്ചോ, ആള് വന്നിരിക്കുന്നു. ഇനി പ്രാർത്ഥന മുടങ്ങും. Rising from our hearts.
എന്തായി ചളമായോ? ഇതുവരെ ആയിട്ടില്ല. വാ. കുരിശുംപറമ്പിൽ ചാക്കോച്ചെന്ന മകൾ ടീനയെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. മുഴുവനും ചോദിക്കട്ടെ. പേരിങ്ങനെ ഉറച്ചു വിളിച്ച് ചോദിക്കണം. ചോദിക്കണം. അങ്ങനെയാണ് മനസ്സമ്മതത്തിന്റെ മുറ. എന്നാ വിളിച്ച് ചോദിക്കച്ചോ, എല്ലാം അവസാനിക്കട്ടെ. കുരിശുംപറമ്പിൽ ചാക്കോച്ചെന്ന മകൾ ടീനയെ വിവാഹം കഴിക്കാൻ കുഞ്ഞിന്റെ കൊച്ചു മോളിലത്തെ നിലയെന്ന്. കുരിശുംപറമ്പിൽ ചാക്കോച്ചെന്ന മകൾ ടീനയെ പുതുശ്ശേരിയിൽ തോമസ് വർഗീസിന്റെ മകൻ ബോബി വിവാഹം കഴിക്കുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എടോ അയ്യരെ, താനല്ലടോ പറഞ്ഞത് കുഞ്ഞ് മോളിത്തെ നിലം താഴെ വീണെന്ന്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ മോളിലത്തെ നിലയെന്ന് താഴേക്ക് കുഞ്ഞൊരു പാവ എടുത്ത് എറിഞ്ഞു എന്ന് പറയാൻ വന്നതാ. ഓടി അണച്ചു വന്നപ്പോ പാവാന്ന് മുഴുവൻ പറയുന്നതിന് മുമ്പ് പാതി കേട്ടുകൊണ്ട് നീനക്കുഞ്ഞ് ഓടി. അതെന്റെ കുഴപ്പമല്ല. ഒരു പാവ എടുത്ത് എറിഞ്ഞാൽ ഇത്രയ്ക്ക് പറയാൻ എന്തിരിക്കുന്നു? ഉണ്ട്. പാവ താഴെ വീണപ്പോ കുഞ്ഞ് കിടന്ന് കരഞ്ഞു. കുഞ്ഞ് കരയുമ്പോ തള്ളയോടല്ലാതെ വേറെ ആരോട് പറയാനാ? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇനി ആ കൊച്ചു കിണറ്റി ചാടിയാലും ഞാനൊട്ട് കണ്ട ഭാവം വയ്ക്കാനും പോണില്ല, പറയാനും പോണില്ല. പോരെ? ഓ, ഒരു കുഞ്ഞും തള്ളി. ലോകത്തിലെങ്കും കേൾക്കാത്ത ഒരു കഥയും. മോളെ, പൊൽത്താലത്തിലെ പൊന്നാണ്യങ്ങളും പൂമാല്യങ്ങളും തന്നാനം തന്നാനം. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൊരു നേവാ പുന്നാരം പുന്നാരം. കുറുമ്പുറം ഭൂമി തുറന്നു ചുണ്ടത്തെ മണിപ്പതക്കം അമ്മാനം അമ്മാനം. കുഞ്ഞിക്കുളിരമ്പിളിയേ ചെല്ലച്ചെറു കുമ്പിളിലെ മമ്മമ്മുണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാവാവോ വാവാവോ. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൊരു നേവാ പുന്നാരം പുന്നാരം. ചിങ്കാരക്കിന്നാരം
ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേവാ പുന്നാരം പുന്നാരം കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താമാനം അമ്മാനം കുപ്പിവള കയ്യാൽ മെല്ലെ കുറുനിറമാടും നേരം കുനുകുനെ മിന്നിയോ സ്വപ്നമാമന്താരം പാടിത്തുടിച്ചിടുമ്പോൾ നീ വാടിത്തളർന്നിടുമ്പോൾ മേലെ മഞ്ചാടിക്കുരു കുന്നോരത്തൊരു ചിന്തൂരക്കതിരായി ആലോലം ആലോലം ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൊരുന്നേവാ പുന്നാരം പുന്നാരം കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം കാ അമ്മാനം അമ്മാനം കുഞ്ഞിക്കുളിരമ്പിളിയേ ചെല്ലച്ചെറു കുമ്പിളിലെ മമ്മമ്മുണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ വാ വാവാവോ രാരീരോ രാരീരോ എന്തു പറ്റി പെട്ടെന്നൊരു സ്നേഹം? നീന, ഒരു നിമിഷം ഞാൻ നമ്മുടെ കഴിഞ്ഞ കാലം ഓർത്തുപോയി. ഒരുപാട് കിനാവുകൾ നമ്മൾ ഒരുമിച്ചിരുന്ന് കണ്ടു. ഒരുപാട് മോഹങ്ങൾ നമുക്ക് നമ്മളെക്കുറിച്ചുണ്ടായിരുന്നു. അവസാനം ഒരു കാരണവും ഇല്ലാതെ നീ എന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോയി. ഒരുപാട് നൊന്തു എനിക്ക്. എന്നിട്ടിപ്പോ ഇങ്ങനൊരു നാടകം കളിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും നിനക്കും ഇങ്ങനൊരു കുഞ്ഞില്ലാന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. എന്നിട്ടും എനിക്ക് ഈ കുഞ്ഞിനോട് എന്തോ സ്നേഹം തോന്നുന്നു. നമ്മൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ഇനിയെങ്കിലും പറയൂ, ഈ കുട്ടി ഏതാണ്? ഒന്നും തെളിയിക്കാൻ വേണ്ടിയല്ല, നിന്നെയും കുഞ്ഞിനെ പുറത്താക്കാനും വേണ്ടിയല്ല, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും. ഒരിക്കൽ എന്നോട് നീന കാണിച്ച സ്നേഹത്തിന് ഒരല്പം ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ പറയൂ, ഇതെന്റെ കുഞ്ഞാണോ? അല്ല. പിന്നെ പിന്നെ ബോബിയുടേതല്ല. പക്ഷേ എന്റെ രക്ഷയ്ക്ക് ഈ കുഞ്ഞിനൊരു അച്ഛനുണ്ടായേ പറ്റൂ. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്നത്. എങ്കിൽ ആരുടേതാണ് കുട്ടി? അത് ഞാൻ പറയില്ല. പ്ലീസ്. ഞാൻ പറയില്ല. പ്ലീസ് പറയില്ല. നീ പറയാനടി. എനിക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. എല്ലാം കെട്ടിപ്പൊട്ടിക്കോ. നിന്നെ ഇപ്പൊ ഇവിടെ ഇറക്കി വിടും. ഇങ്ങനൊരു കുഞ്ഞില്ല. എന്തൊരു ക്ലിയർ. ഡാഡി അയ്യരെ ജയ എല്ലാരും വാ. എല്ലാരും കേട്ടോളൂ. ഇവിടെ നടന്ന കള്ള നാടകത്തിന്റെ അവസാന രംഗത്തിന് തിരശ്ശീല വീഴാൻ പോകുന്നു. ചാക്കോച്ചനെ വിളിക്കണോ? വിളി. പള്ളിയിൽ നിന്ന് പള്ളിക്കാരെ, അച്ഛനെ, നാട്ടുകാരെ വിളിക്കണോ? വിളി. എല്ലാരെയും വിളി. പൂച്ചു പുറത്തിയാൻ പോകുന്നു. ബോബി കള്ളനും ചതിയനും അല്ല എന്നുള്ള സത്യം നിങ്ങൾ എല്ലാവരും അറിയാൻ പോകുന്നു. പ്രസംഗം വേണ്ട, കാര്യം പറ. Hear it from the horse's mouth. അവൾ ഇവിടെ കെട്ടിച്ചമച്ചൊരുക്കി കൊണ്ടുവന്ന കഥ പുളു, പച്ചപ്പുളു ഇപ്പൊ പൊളിച്ചേരാം. അവളുടെ വായിന്ന് തന്നെ കേട്ടോ. എന്നിട്ടിപ്പോ ഇങ്ങനൊരു നാടകം കളിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും നിനക്കും ഇങ്ങനൊരു കുഞ്ഞില്ലാന്ന് നമുക്ക് രണ്ടുപേർക്കും. ഇവളിവിടെ കൊണ്ടുവന്ന കൊച്ച് എന്റെ കൊച്ചല്ല എന്ന് ഇവളുടെ വാ കൊണ്ട് പറയുന്നത് ഏതാനും നിമിഷങ്ങൾക്കാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് അത് ആരുടെ കൊച്ചാണെന്ന് ഇവളെ കൊണ്ട് പറയിക്കാം. വിളി, പോലീസിനെ വിളി. തള്ളയും പിള്ളയും ഒരുമിച്ച് അകത്താക്കണം. അതാ വേണ്ടത്. ശ്രദ്ധിച്ചു കേട്ടോ. പുറത്താക്കാനും വേണ്ടിയല്ല, എന്റെ ഒരു
ഒരു സമാധാനത്തിന് വേണ്ടി ഒരിക്കൽ എന്നോട് നീന കാണിച്ച സ്നേഹത്തിന് ഒരല്പം ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്റെ കുഞ്ഞാണ്. ഇതിലുണ്ടായിരുന്നു ഡാഡി സത്യത്തിൽ ഇതിലുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കാണിച്ചു വൃത്തികെട്ട പാട്ട്. Stop it. എറിഞ്ഞു പൊട്ടിക്ക് ഞാൻ. നീന എന്റെ കൂടെ വാ. മാറാവിടെ. ആ കൈ മാതാവിന്റെ രൂപത്തിൽ. നീ സത്യം ചെയ്യ് ഇതെന്റെ മകൻ ബോബിയുടെ കുഞ്ഞാണെന്ന്. സത്യം ചെയ്യ്. അതെ, ഇത് ഡാഡിയുടെ മോന്റെ കുഞ്ഞ് തന്നെ. അയ്യോ, ഞാൻ സത്യം ചെയ്യാം. ഇതെന്റെ കുഞ്ഞല്ല. എങ്ങനെ സത്യം ചെയ്യും? എങ്ങനെ വേണേലും സത്യം ചെയ്യാം. എന്ത് വേണേലും സത്യം ചെയ്യാം. എവിടെ വെച്ച് വേണേലും സത്യം ചെയ്യാം. എവിടെ തൊട്ട് വേണേലും സത്യം ചെയ്യാം. ആരുടെ മുമ്പിൽ വെച്ച് വേണേലും സത്യം ചെയ്യാം. ആരാടാ അച്ഛാന്ന് വിളിച്ചു? ഞാനൊന്നും കേട്ടില്ലല്ലോ. ഇപ്പോഴും വിളിച്ചു. ആഹാ, ഇവിടുന്നായിരുന്നോ? എന്ത് സത്യം ചെയ്യണം? എന്റെ വയറ്റിൽ ചെവി വെച്ച് കിടന്നിട്ട് എന്നോട് പറഞ്ഞിട്ടില്ലേ കുഞ്ഞിന്റെ അച്ഛാന്നുള്ള വിളി കേട്ടൂന്ന്? എപ്പോ? ഇല്ലെന്ന് മാതാവിനെ തൊട്ട് സത്യം ചെയ്യാമോ? ചെയ്യടാ. അത് പിന്നെ സത്യം ചെയ്യടാ. ഡാഡി, അത് തമാശക്ക് പിന്നെ പെണ്ണിന് ഗർഭം ഉണ്ടാക്കിയിട്ട് മുങ്ങിക്കളയുന്ന അവിടെ തമാശ. ഡാഡി ഇങ്ങനെ ചീപ്പായിട്ട് സംസാരിക്കരുത്. ചീപ്പിനെസ് നിനക്ക് പ്രവർത്തിക്കാം അല്ലേ? എനിക്കിപ്പോ പൂർണ്ണ വിശ്വാസമായി ഇത് നിന്റെ കുഞ്ഞ് തന്നെയാണ്. ബേബി വന്ന ഉടനെ ഈ വിവാഹം നടത്തിയേ പറ്റൂ. ചാക്കോച്ചനോട് എന്ത് പറയണമെന്ന് എനിക്കറിയാം. ടേപ്പ് റെക്കോർഡർ ഒളിച്ചു വെക്കുന്ന ഞാൻ കണ്ടു. അത് ഓഫ് ചെയ്തിട്ട് തന്നെയാ ഞാൻ അത്രയും പറഞ്ഞത്. ആ സ്വിച്ച് വർക്ക് ചെയ്യുമെന്നുള്ള ടെൻഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അയ്യടാ, പാലും തേനും ഒലിക്കുന്ന ഒരു സ്നേഹം. കൊള്ളൻ. നീ ക്രിമിനലാണ്. ഒന്നാം തരം ക്രിമിനൽ. നോക്കിക്കോ, ഈ കളി അധികം നാൾ കളിക്കാൻ വിചാരിക്കണ്ട. എന്നെ എന്തിനാ ഇങ്ങോട്ട് പരീക്ഷിക്കുന്നത്? എന്താടാ, എന്താ കാണാൻ വന്നിക്ക? ടേപ്പ് റെക്കോർഡർ, സോപ്പ് കിട്ടി. അവിടെ തന്നെ നിങ്ങൾക്ക് ഈ ബോബി അങ്കിളിനെ ഇഷ്ടമല്ലേ? അങ്കിള് കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അങ്കിളിനെ ഒന്ന് സഹായിക്കാം. നിങ്ങൾ ഇവിടെ വരുന്ന മാഷന്മാരെയൊക്കെ പുഷ്പം പോലെ ഓടിക്കുന്നതല്ലേ? അതുപോലെ ആ രാക്ഷസിയും കൊച്ചിനെ ഇവിടെ നിന്ന് ഓടിച്ചു വരൂ. എന്ത് വേണേലും അങ്കിള് തരും. ഈ ഭൂമിയിലുള്ള എന്ത് വേണേലും തരും. അമ്പിളി മാമനെ പിടിച്ചു തരാൻ പറഞ്ഞാൽ അത് വേണേലും തരും. ഏറ്റു. ഈ മാതാവാണ് സത്യം. എങ്കിൽ ഞങ്ങൾ ഏറ്റു. ഓക്കേ.